വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ ലോങ്കനെ കുറിച്ചിട്ടാണ്. ഇത് നോർമൽ വൈറ്റ് ലോങ്കനല്ല, ഇത് പിങ്ക് ലോങ്കനാണ്. സെയിം ലോങ്കൻ ഫാമിലിയിൽ തന്നെ പിങ്ക് കളർ കണ്ടില്ലത്. ഇതിനകത്ത് കാണാൻ നല്ല രസമാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിലെല്ലാം വെക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അലങ്കാര ചെടിയായിട്ടും വളർത്താം, ചെറിയ ചട്ടിയിലും വളർത്താം. ഇതിപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് 2 വർഷമായി. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നോർമൽ ലോങ്കൻ അതിൻ്റെ ഫ്ലഷ് കൂടുതലും കുരു ചെറുതാണ്. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇതിൽ കുരു വലുതും ഫ്ലഷ് ചെറുതാണ്. ആക്ച്വലി ഇത് നോർമൽ നമ്മളെല്ലാം മറ്റുള്ള ചെടികളെ പരിപാലിക്കുന്ന മാതിരി ജൈവ വളം മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ലീഫും തന്നെ അതിൻ്റെ ഭയങ്കര നല്ല കളറാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനേ ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതിനെ കളയാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വരുന്നൊരു മേസനുണ്ട്, അപ്പു എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത്, സാറേ ഇത് കളയണ്ട കേട്ടാ, അതിനെ നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വെച്ചതാണിത്. പക്ഷെ വെച്ചപ്പോൾ അത് നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ കളയാത്തത് നന്നായെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. കഴിക്കാൻ സെയിം അതേ മധുരവും ടേസ്റ്റ് തന്നെയാണ് നോർമൽ ലോങ്ങൻ്റെ. പക്ഷേ ഫ്ലഷ് കമ്മിയാണെന്ന് മാത്രം. പക്ഷേ അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്താം. നിറയെ കായ്ക്കും ഇതിൽ, കണ്ടില്ലേ? ഇപ്പോൾ 2-2.5 വർഷമേ ഉള്ളൂ. കഴിഞ്ഞ വർഷവും നന്നായി കായ്ച്ചു, ഇപ്പോഴും നന്നായി കായ്ച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ വളങ്ങളാണ് ചേർത്തുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ചെടിക്കല്ല, എല്ലാറ്റിനും ഞങ്ങൾ ജൈവവളമാണ് യൂസ് ചെയ്യുന്നത്. രാസവളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ജീവാമൃതം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, അങ്ങനെ കടലപ്പിണ്ണാക്ക് അത് സെപ്പറേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പെസ്റ്റിസൈഡ് വളരെ കമ്മിയാണ്, അതും വേപ്പെണ്ണ മിശ്രിതമാണ് യൂസ് ചെയ്യാറ്. വലിയ പുഴുക്കേടില്ല, പച്ചക്കറിയിൽ മാത്രമേ വരാറുള്ളൂ, ഈ വെള്ളീച്ചയും പിന്നെ കായീച്ചയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുള്ള ട്രാപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെടികളെല്ലാം നന്നായി വളരുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. ഓക്കെ.